നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖല എടുത്തു നോക്കിയാലും, വിവാഹമാകട്ടെ, നിക്കാഹാകട്ടെ, നേർച്ചയാകട്ടെ, പള്ളി പരിപാടി എന്തെടുത്ത് നോക്കിയാലും അവിടെ നിന്നെല്ലാം ദീനിൻ്റെ ആദാബുകളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. ഈ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്യണം? ഓടിക്കോ പടച്ചോമ്പുരാനിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. എങ്ങനെ? മുങ്ങി മരിക്കാൻ പോകുന്ന ആൾ ദ്വാരക്കുന്ന പോലെ. മുങ്ങി മരിക്കാൻ പോകുന്ന ആൾക്ക് ദ്വാരക്കണതിന് വല്ല ഷർത്തും വെറുതും വെള്ളം ഉണ്ടോ? അയാൾ അള്ളാഹിൻ്റെ അടുത്തുനിന്ന് രക്ഷ കിട്ടാനുള്ള വഴി എന്തേന്നുള്ള ചിന്തയിൽ, കാരണം തീരാൻ പോവാണ്. അപ്പം എങ്ങനെയാണ് മുങ്ങി മരിക്കുന്നവൻ്റെ ദുആ എന്ന് ചോദിച്ചപ്പോൾ ഹബീബിൻ്റെ നാവിൽ നിന്ന് കിട്ടിയതാണ്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. പരിശുദ്ധ ഖുർആൻ. ഇന്ന ലില്ലാഹി തആല 99 ഇസ്മാ ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ലഖദ് ദഅ അല്ലാഹു ബിസ്മിഹിൽ അളീം അല്ലദീ ദഅ ബിഹി അജാബ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ പഠിച്ചോൻ ഇതിനകത്തൊരു വലിയ പാഠം കിട്ടിയിട്ടുണ്ട്. എന്താ? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിങ്ങൾ ദ്വാരക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ച് പറയാനല്ല ഞാനീ പറയണത്. നിങ്ങൾ എങ്ങനെയാണ് ദ്വാരക്കേണ്ടതെന്നറിയോ? ഇതിലൂടെ ഹബീബ് നമുക്ക് പാഠം തരികയാണ്. അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എങ്ങനെ? പടച്ചതമ്പുരാനോട് ദ്വാരക്കണം അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. പരിശുദ്ധ ഖുർആൻ. അള്ളാഹിനോട് നിങ്ങൾ ദ്വാരക്കുമ്പോൾ അവൻ്റെ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടിട്ട് ദ്വാരക്ക്. അതാണ് ഇവിടെ ഉണ്ടായത്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. അള്ളാഹിൻ്റെ ഇസ്മുകൾ പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ ദ്വാരന്നാൽ ലഖദ് ദഅ അല്ലാഹു ബിസ്മിഹിൽ അളീം അല്ലദീ ദഅ ബിഹി അജാബ ഔ കമാ ഖാല റസൂലുള്ളാഹി. പടച്ചോൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചാൽ, പടച്ചോനോട് ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ടിട്ട് ദ്വാരക്കുക എന്നുള്ളത്. ആ നിലയ്ക്ക് ദുആ ചെയ്ത് അള്ളാഹിൻ്റെ ഭാഗത്തുള്ള സഹായത്തിനെ പ്രതീക്ഷിക്കലല്ലാതെ വേറെ മാർഗമില്ല. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ. ദുആ കൊണ്ടിട്ടല്ലാതെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ വീട്ടിൽ തരൂല. ദ്വാരക്കേണ്ട ശൈലി ഇങ്ങനെയാണ്. അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ട് ദ്വാരക്കുക. റഹ്മാനായ റബ്ബിനോട് മാലാഖമാർ ഒരിക്കൽ ഒരു വലിയ അന്തസ്സിൻ്റെ വർത്താനം പറഞ്ഞു. അള്ളാഹുവേ, സദാസമയം നിനക്ക് വേണ്ടി ഇബാദത്തെടുക്കുന്നവരാണല്ലോ ഞങ്ങളെക്കാൾ പദവിയുള്ള സൃഷ്ടികൾ അള്ളാഹുവേ നിൻ്റെ സൃഷ്ടികൾ ജാലങ്ങളിൽ ഉണ്ട്. ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, നിങ്ങളെക്കാളും ഒക്കെ പദവി എൻ്റെ അടുക്കൽ ആ മനുഷ്യനെക്കാണ് കൂടുതൽ. അല്ലാഹ്, ആ പടപ്പിനെ ഒന്ന് കാണാൻ അനുവദിക്കുമോ റബ്ബേ? മലക്ക് മനുഷ്യരുടെ വേഷത്തിൽ ആ മനുഷ്യനെ കാണാനുള്ള അനുവാദം അല്ലാഹു തആല. ഇതിങ്ങനെയൊക്കെ ധാരാളം സംഭവം ഉണ്ടായിട്ടുണ്ട്. മലക്കുകൾ മനുഷ്യരൂപം ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടില്ല മനുഷ്യരൂപത്തിൽ. ഇങ്ങനെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സഹിഹായ ഹദീസുകളിൽ ധാരാളം ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. അങ്ങനെ മലക്കുകളുടെ മനുഷ്യൻ്റെ രൂപം മാറിയതായ ഈ മലക്കുകൾ ഈ ആളെ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി. ഇയാൾ എന്ത് പണിക്കാരനാ? ഇയാൾ ചെരുപ്പ് ഉന്നണ ആളാണ്. ഇയാളുടെ ഇബാദത്തുകൾ ഇവർ ശ്രദ്ധിച്ചു. ഒരു പ്രത്യേകതയും കാണുന്നില്ല. ഒരു സാധാ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത്. ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ? സാധാരണക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും. ലോകം ഈ ഉമ്മത്ത് വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നഷ്ടത്തിലേക്കും നാശത്തിലേക്കും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാശത്തിലും നഷ്ടത്തിലും നീ നശിച്ചു പോകരുത്, രക്ഷപ്പെടുന്നവനാകണം. അതിനുള്ള വഴിയായി പറയുന്നത്. ഒരു സാധാ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത് മാത്രമേ ഇയാളിൽ കാണുള്ളൂ. അപ്പം മനുഷ്യരൂപത്തിൽ ചെന്ന മാലാഖമാർ ചോദിക്കാൻ, സഹോദരൻ നിങ്ങളുടെ ഇബാദത്തിനകത്ത്? എൻ്റെ ഇബാദത്ത് ഇതാണ്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരും, ഈ ചെരുപ്പ് തുന്നും, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും, ബാക്കിയുള്ള ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഹദിയ ചെയ്യും. അങ്ങനെ ചോദിച്ച് അവസാനം ഈ മനുഷ്യൻ്റെ നാവിൽ നിന്ന് കിട്ടി, ഞാൻ രാവിലെയും വൈകുന്നേരവും റബ്ബിനോട് ദുആരക്കുമ്പോൾ, സുബഹി കഴിഞ്ഞിട്ട് ദുആരക്കുമ്പോൾ, മഗ്രിബ് കഴിഞ്ഞ് ദുആരക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ 10 ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടിട്ടാണ്. 10 ഇസ്മ. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ. 10 99 പേരുകളാണ് അല്ലാഹു തആലാക്കുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി.
ആ 99 ഖുർആനകത്തുണ്ട്. ആ പേര് ചൊല്ലിക്കൊണ്ട് ദുആ ഇറക്കണോ. ഞാനിങ്ങനെ എൻ്റെ പ്രഭാതത്തിൻ്റെ ദുആയിൽ ഈ 10 ഇസ്മുകൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടാണ് പടച്ചോൻ വരാനോട് ദുആ ചെയ്യുക. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയ കാര്യമാണ്. ചോദിക്കട്ടെ, മുങ്ങി മരിക്കാൻ പോണൻ്റെ ദുആ എന്താ? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. 3 ഇസ്മ അതിനകത്ത് വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഭക്ഷണം കഴിച്ചാൽ അത് ശൈത്താൻ കഴിച്ച ലിസ്റ്റിലേക്ക് പോയി അല്ലേ? ബിസ്മി ചൊല്ലി ഒരു യാത്രയ്ക്ക് ഇറങ്ങിയാൽ ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ കാവലായി അല്ലേ? ബിസ്മി ചൊല്ലിയാണ് നിന്നോട് ഏത് മൃഗത്തിനെയും മറക്കാൻ പറഞ്ഞതില്ലേ? ഏത് കാര്യമാണ് ബിസ്മി ചൊല്ലാതെ തുടങ്ങിയാൽ അതിനകത്ത് ബർക്കത്തുള്ളത്? ബിസ്മിയിൽ എന്താ ഉള്ളത്? 3 ഇസ്മ, അള്ളാഹ്, റഹ്മാൻ, റഹീം. അതവിടെ ചൊല്ലിയ ഈ 3 ഇസ്മുകൾ നമ്മൾക്ക് ചെല്ലിപ്പിച്ച് കാണിച്ചു തന്നതിനാ അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ടിട്ട് ദുആർന്നു അതേ കാലത്ത് രക്ഷയുള്ളൂ. അതിനാ ഞാൻ പറഞ്ഞ 99 കാണാതെ പഠിച്ചുകൊണ്ട് ചെല്ലുക എന്നുള്ളത് ഈ ഇരിക്കുന്ന പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. ഒരു 10 ഇസ്മ എല്ലാ ദിവസവും രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കൈയുർത്തിയതിൻ്റെ ശേഷം ദുആർന്നിട്ട് ദുആർക്കുമ്പോൾ ഇതൊന്ന് പറയാ, യാ അല്ലാഹ് 10 ഇസ്മ. പടച്ചോമ്പരാൻ്റെ ഭാഗത്ത് പ്രത്യേകം എല്ലാ 99 അള്ളാൻ്റെ പേരാ. തരൂലേ ഇങ്ങോട്ട് എളുപ്പം കിട്ടാനുള്ളൊരു പോംവഴി അള്ളാൻ്റെ ഹബീബ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഇത് ഒരു പോംവഴി. എന്നോട് നിങ്ങളിൽ ഒരാൾ വന്നിട്ട് 1000 രൂപ കടം ചോദിക്കുകയാണ്. ബാമുസ്ലിയാരെ, 1000 രൂപ എനിക്ക് കടം തരണം, ഈ ഓഗസ്റ്റ് 30 തരാം. ഞാൻ കണ്ണ് വിളിച്ചുകൊണ്ട് നോട്ടം നോക്കും. എന്തുകൊണ്ട് നമുക്ക് ഞാൻ ഇവിടെ അല്ല ചിട്ടി കച്ചവടം വെച്ചു ബാങ്കാണ് എൻ്റെ അടുത്ത് കാശ് തരാം, പോടാവിടുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതെങ്ങനെയാണ്? ബാമുസ്ലിയാരെന്ന് മാത്രം വിളിച്ചിട്ടല്ല ഇയാൾ എന്നോട് ഈ പൈസ ചോദിക്കുന്നത്, പിന്നെ എൻ്റെ എല്ലാ പേരും വിളിക്കുകയാണ്. എനിക്ക് കുറേ പേരുകളുണ്ട്. എൻ്റെ വാപ്പാൻ്റെ വീട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്നത് ബാവു കുഞ്ഞെന്നാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരെന്നെ വിളിക്കുന്നത് ബാവക്കൊച്ച് എന്നാണ്. എൻ്റെ നാട്ടിലുള്ള അമുസ്ലിങ്ങൾ എന്നെ വിളിക്കുന്നത് കുഞ്ഞും ബാവു എന്നാണ്. ഞാൻ സ്കൂളിൽ കുറച്ചാൾ പോയതാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലെ അധ്യാപകരൊക്കെ എന്നെ വിളിച്ചത് ബാവാന്നാണ്. എനിക്ക് താടി മീശയൊക്കെ ഉണ്ടായപ്പോൾ ജനങ്ങൾ വിളിക്കുന്നത് ബാവാ മുസ്ലിയാർ എന്നാണ്. ഇപ്പം എത്ര പേരായി? എൻ്റെ അടുത്തൊരു 1000 രൂപ കടം മേടിക്കാൻ വേണ്ടി വന്ന ഒരാൾ എന്നോട് പറയാണ്, ഉമ്മാൻ്റെ വീട്ടിലെ ബാവ കൊച്ചേ, വാപ്പാൻ്റെ വീട്ടിലെ ബാവു കുഞ്ഞേ, നാട്ടുകാരിൽപ്പെട്ട സഹോദരങ്ങളുടെ കുഞ്ഞും ബാവുവേ, ഞങ്ങൾ പള്ളിക്കൂടത്തിലെ സാറന്മാരുടെ ബാവേ, ഞങ്ങളുടെ ബാവ ഉസ്താദേ, 1000 രൂപ എനിക്ക് കടം തരണം, ഞാൻ ഈ ആഗസ്റ്റ് 30 തരാം. ഞാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ കടം മേടിച്ച് തരൂലേ? അതാ ചോദ്യം. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം. എന്നിട്ട് അവിടെ എന്താ ചോദിക്കണമെന്നറിയോ? സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. അത് വലിയ വിഷയമാണ്. അതാ ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞ് മുർത്തദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ മുർത്തദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് പിന്നെ മുഹമ്മദ് എന്ന് പേരിട്ടാൽ പ്രശ്നമല്ലേടി? ആലോചിക്കുകയാണ്. മുഹമ്മദ് എന്ന് പേരിട്ടാൽ പ്രശ്നമല്ലേ? കുഞ്ഞിന് ആയിഷ എന്ന് പേരിട്ടാൽ പ്രശ്നമല്ലേ? ആ വിഷയത്തിൽ മുർത്തദ്ദായി എന്നായി പറയണതിൻ്റെ അർത്ഥം. ദീനിയായ ചിഹ്നങ്ങളോടും ദീനിൻ്റെ ശൈലികളോടും ഭാഷകളോടും എല്ലാം ഭയപ്പാടുണ്ടാകുന്നൊരവസ്ഥ. നബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി. പരീക്ഷണങ്ങളുടെ പരമ്പരയിൽ കൂടി ആ സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടാണ്ട് നിവൃത്തിയില്ല. നന്നാകൽ മാത്രമേ മാർഗമുള്ളൂ. തെറ്റുകൾ തിരുത്തൽ കൊണ്ടിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തൂല. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാനുള്ള സമയങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ഈ അമലിനെ നിന്ദിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ അടി കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഞങ്ങളെ പേടിപ്പിക്കാൻ പറയണമല്ല, ഞാൻ ചരിത്രം പറയുകയാണ്. 900 വർഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴുതു പറഞ്ഞു. ഈ പരിപാടി മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ സംഘാടകർക്ക്. പക്ഷേ 2 ദിവസം വഴുതു വെച്ചിരിക്കുക. എന്തിനായി വഴുത്? ഞാൻ അതാ ഇടയ്ക്കൊരു ഹദീസ് ഓതിയത്. അത് ഞാൻ പാറി പോണില്ല, കാര്യത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞതാ. ഈ 2 ദിവസത്തെ വഴുത് എന്തിനാ? 900 കൊല്ലം വഴുതു പറഞ്ഞു. അനുസരിച്ചില്ല, ഒരു നിലയ്ക്കും വരാൻ തയ്യാറായില്ല. ഇത് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്കും വരാനിരിക്കുന്നത് നൂഹ് നബിക്ക് കൊടുത്തതുള്ള ഓർഡറാണ്. നൂഹ് നബിക്ക് എന്താ ഓർഡർ കൊടുത്തതെന്നറിയോ? സമുദായം രക്ഷപ്പെടുന്നില്ല അല്ലാ, എന്നാൽ ജൂദിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചൊരു കപ്പലുണ്ടാക്കുക എന്നതുപോലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സമുദായം ദീനിൽ നിന്ന് പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറകോട്ടടിച്ച എവിടെ ചെല്ലുമെന്നറിയോ? ഹത്താ ലാ യുഖാലു അല്ലാഹ്, അള്ളാനെ പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് സമുദായം മാറിപ്പോവും. അങ്ങനെയാണോ? അള്ളാഹ് എന്ന് പറയേണ്ട ഒരു സ്ഥലം വരുമ്പോൾ പറയാൻ മടിക്കും. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഒരുമിച്ച് കൂടി ജീവിക്കുന്നവരാ, നിങ്ങൾക്കിടയിൽ 5 കടമകളുണ്ട്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുക. 5ാമത്തെ കടമ എന്താണെന്ന് വെച്ചാൽ തസ്മിയത്തുൽ ആതിസി നബിയിന റസൂലുള്ളാഹി, തുമ്മി സ്തുതിച്ചവന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം നബിയിന റസൂലുള്ളാഹി. അപ്പോൾ ഒരാൾ തുമ്മി അച്ഛി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ പറയണം യർഹമുക്കല്ലാഹ്. അപ്പോൾ തുമ്മിയവൻ പറയണം യഹ്ദീകുമുല്ലാഹ്. ഭയങ്കര അത്ഭുതമുണ്ട്. നബി തങ്ങളിത് ചെയ്യാൻ പറഞ്ഞു, മനസ്സാ വാചാ കർമ്മണ ഞങ്ങളത് ചെയ്തു. സഹാബാക്കളുടെ ശൈലി അതാണ്. പക്ഷെ ഇപ്പോൾ ആധുനിക യുഗം കണ്ടെത്തിയിട്ടുണ്ട്, പാശ്ചാത്യരായ ആളുകൾ തുമ്മിക്കഴിയുമ്പോൾ ചിലർ അമ്മയെന്ന് വിളിക്കും, ചിലർ ഈശോ എന്ന് വിളിക്കും. അങ്ങനെയേ കേട്ടിട്ടുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയപ്പോൾ അവർ കണ്ടത് ഇതാണ്. ക്രിസ്ത്യാനികൾ തുമ്മുമ്പോൾ ഈശോ എന്ന് വിളിക്കുന്നു, മറ്റ് ചില മതവിശ്വാസികൾ തുമ്മുമ്പോൾ അമ്മയെന്ന് വിളിക്കുന്നു. എന്താണ് ഇങ്ങനെ വിളിക്കുന്നത്? അത്ഭുതം കണ്ടെത്തി ശാസ്ത്രം. ഒരു മനുഷ്യൻ തുമ്മുമ്പോൾ അയാളുടെ ഹാർട്ട് തുമ്മുന്ന സമയം നിശ്ചലമായി പോവുകയാണ്, എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്, നിന്നു. രണ്ടാമത് അത് ഹയാത്തായി. തുമ്മിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പ്രവർത്തനമായി. പ്രവർത്തനരഹിതമായത് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അവൻ വിളിച്ചു അമ്മേ, അവൻ വിളിച്ചു ഈശോ. അങ്ങനെയല്ലേ? മരിച്ചിട്ടെന്നെ ജീവിപ്പിച്ച ഈശോ, മരിച്ചിട്ടെന്നെ ജീവിപ്പിച്ച അമ്മേ, അങ്ങനെയാണ്. പക്ഷേ നബി തങ്ങൾ എന്ന് പറഞ്ഞു, തുമ്മിക്കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ്, മരിച്ചിട്ടെന്നെ രണ്ടാമത് ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. എങ്ങനെയുണ്ട്? ഏതാ നല്ലതെന്ന് നോക്കി. പക്ഷേ നമ്മുടെ ഇടയിൽ അതിന്നുണ്ടോ? നമ്മുടെ മുള്ളിക്കാലയിൽ ഒരു ഗോപാലകൃഷ്ണൻ തുമ്മിക്കഴിഞ്ഞാൽ അച്ഛി അമ്മേ, ഒരു കുര്യാക്കോസ ജംഗ്ഷനിൽ തുമ്മിയാൽ അച്ഛി ഈശോ, നമ്മുടെ മമ്മാരി തുമ്മും അച്ഛി പോടാ പുല്ലേ. എന്ന് പറഞ്ഞാൽ അവൻ തുമ്മണത് മറ്റവൻ തുമ്മണ കാര്യമല്ല, വായ ആകെ അങ്ങോട്ട് തുറന്നിട്ട് മൂക്കിന്നും വായിന്നും എല്ലാം കൂടി ചാടിയേക്കുക. ഈ കൊമ്പമീശയിലും ഒക്കെ മൊത്തമായി അതാ എല്ലാം കൂടെ ഇല്ല. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടില്ല ഇവൻ അൽഹംദുലില്ലാഹ് അവരുടെ, കാരണം ഇവൻ പറയാറില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ രാജ്യത്ത് എവിടെയെങ്കിലും, ഇവിടെ ഉണ്ടാവും, മുള്ളിക്കാലയിലുണ്ടാവും, ഒരു അബ്ദുറഹ്മാൻ തുമ്മി അച്ഛി, അപ്പം അബ്ദുൽ ഖാദിർ കേട്ടു, തുമ്മിയവൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അപ്പം അബ്ദുൽ ഖാദിർ യർഹമുക്കല്ലാഹ്, അപ്പം തുമ്മിയവൻ യഹ്ദീകുമുല്ലാഹ്. എത്ര ദുആയ വന്നെന്ന് നോക്കി. ഇവൻ തുമ്മി പറഞ്ഞു അൽഹംദുലില്ലാഹ്, എന്നെ മരിച്ചിട്ട് ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സ്തുതി. അപ്പം കേട്ടവൻ യർഹമുക്കല്ലാഹ്, മരിച്ച് ജീവിച്ചവനെ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇവൻ രണ്ടാമത് എനിക്ക് വേണ്ടി ദുആ ചെയ്തവനെ അള്ളാഹ് നിന്നെ നേർമാർഗത്തിൽ, നീ നേർമാർഗത്തിലായതുകൊണ്ടാണല്ലോ എനിക്ക് ദുആറുന്നത്, ആ നേർമാർഗത്തിൽ നിന്നെ അള്ളാഹ് നിലനിർത്തട്ടെ. 3 ദുആ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജംഗ്ഷനിൽ അങ്ങനെ ഒരു അബ്ദുൽ ഖാദിർ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും അങ്ങനെ അബൂബക്കർ യർഹമുക്കല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? വേണ്ട, ഇനി ജംഗ്ഷൻ വേണ്ട, നമ്മുടെ പള്ളിയിൽ നിൽക്കിരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ് അച്ഛി അൽഹംദുലില്ലാഹ്, അപ്പം നമ്മുടെ മൊയ്തീൻ കുഞ്ഞ് യർഹമുക്കല്ലാഹ്, അല്ലെങ്കിൽ അവിടെ നിൽക്കിരിക്കാതിരുന്നവരെല്ലാവരും കൂടെ യർഹമുക്കല്ലാഹ്. അപ്പം തുമ്മിയ പിന്നെ ഇബ്രാഹിം കുഞ്ഞ് യഹ്ദീകുമുല്ലാഹ്. ഈ പള്ളി ഉണ്ടായി പിന്നെ കേട്ടിട്ടുണ്ടോ? ജംഗ്ഷനിലും ഇല്ല, പള്ളിയിലും ഇല്ല, മരിച്ച വീട്ടിലും ഇല്ല, കല്യാണപ്പന്തലിലും ഇല്ല. എന്തേ പറ? ഇനി ഇവനെങ്ങാനും പറഞ്ഞു എന്നിരിക്കട്ടെ അച്ഛി അൽഹംദുലില്ലാഹ്, അപ്പോൾ അടുത്തിരുന്നോ കേട്ടു, പിന്നെ ഇനി അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത് പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ പോവാണ്. ഇനി അതല്ലെങ്കിലോ പിന്നെ എനിക്ക് പറയണമെന്നുണ്ട്, എന്നാലും നമ്മുടെ ആ കുമാരൻ അവിടെ ഇരിക്കും, അവനത് കേൾക്കും, ഉണ്ടോ? അതാണ് അള്ളാഹുവിനെ സ്മരിക്കണ്ടേ, അവനെ സ്തുതിക്കണ്ടേ, അവന് ദിക്ർ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അതുപോലും ജനങ്ങൾക്ക് തയ്യാറാകാത്ത രീതിയിൽ ദീനിൽ നിന്ന് പിന്നോട്ട് പോകും. അങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ, സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നവർ
ജനങ്ങളോട് നന്മ ഉപദേശിക്കുവാനും തിന്മ തടയുവാനും തയ്യാറാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അലവിക്കുഞ്ഞ് ഉസ്താദ് അവരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നേർച്ചയും ദുആയും നടത്തി പോയാൽ മതി. ലതഉമുറുന്ന, പക്ഷേ കാലം മാറുകയാണ്, അവസ്ഥകൾ മോശമായി കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് ഉത്ബുദ്ധരാവേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് നയിക്കാനും ചീത്തയിൽ നിന്ന് ജനങ്ങളെ തടയുവാനും ഞങ്ങൾ തയ്യാറായില്ലെങ്കിൽ ലതഉമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ. സ്റ്റേജ് കിട്ടിയത് അതിനാ, അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ ആവശ്യം എന്താ? അവിടെ ആട് കരയണ ഞാൻ കണ്ടതാണ്. ആടിനെന്തിനാ സ്റ്റേജ്? അവിടെ എവിടെയെങ്കിലും ഇട്ടർത്താൽ പോരെ. അപ്പം എന്തിനാണിത്? തന്നെയല്ല, നാളെ വന്നയാൾ അള്ളാഹുവേ ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. വലിയ മഹാനാണ് കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കൊണ്ടുപോയി പല പ്രാവശ്യം വാതുറിയിപ്പിച്ചിട്ടുണ്ട്. താമസിപ്പിക്കണതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. എത്ര ആളുകളാണെന്നറിയോ? എത്ര ആളുകൾ വന്നാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ അള്ളാഹുവേ അവർക്ക് നീ ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഭക്ഷണം പാകപ്പെടുത്തി കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ ഡെസ്ക് ഉണ്ട്, ഇങ്ങനെ അവിടെ കൊണ്ടുവന്നാണ്ട് വെക്കുക. എത്ര ആളുകളുണ്ടെങ്കിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്, സൽക്കാരം, ഭയങ്കര സൽക്കാരപ്രിയാണ്. അതിനോടൊപ്പം ഭയങ്കര ധർമ്മിഷ്ഠനാണ്, വലിയ ധർമ്മിഷ്ഠനാണ്. കാരണം എൻ്റെ കൂട്ടത്തിൽ വഴുത് കേൾക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. വഴുതിന് കേൾക്കാനല്ല, എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വന്നതാണ്. ആ മൂപ്പരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് അവന് കൊടുത്ത ഹദിയ ഒരു വലിയ ഹദിയ കൊടുത്ത്. അതിനോടൊപ്പം തന്നെ എനിക്ക് പിന്നെ ഹജ്ജ് സർവീസ് ഉണ്ട്, അൽഹംദുലില്ലാ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സൗദി സർക്കാരിൻ്റെയൊക്കെ ലൈസൻസുള്ള സർവീസാണ്. 10-25 വർഷത്തോളമായി. എങ്കിൽ ഈ കൊറോണ വന്നതിൻ്റെ ശേഷം ഹജ്ജിനുള്ള ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ വിസ കിട്ടിയിട്ടില്ല. അതിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറിപ്പോവാണ്. എന്തോ ആവട്ടെ, അപ്പോൾ അതിനെപ്പറ്റി മുഴുവൻ ചർച്ച ചെയ്യണ്ട. ഞാൻ ഈ അമലുമായിട്ട് കൊണ്ടുപോയ ഒരാൾ ഇത്തിരി പ്രായമുള്ള ആളാണ്. അയാൾ പോയി, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അയാളുടെ ഐഡൻറ്റിറ്റിയും സാധനങ്ങളൊക്കെ മുറിയിലിരിപ്പുണ്ട്. ഒരു സാധനം ഇല്ല, എന്നാൽ കയറും മൂക്കയറും ഒന്നും ഇല്ലാണ്ടൊരു കാള പോണതുപോലെ മൊത്തം പോയി. അള്ളാഹുവേ, ഞാൻ ആകെ അങ്ങ് ടെൻഷനായി. ഒരു ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. പിറ്റേന്നത്തെ ദിവസവും വൈകുന്നേരം ആകാൻ പോവാ. ഞാൻ നേരെ ബഹുമാനപ്പെട്ട നാളെ നിങ്ങൾക്കിവിടെ ദ്വാരക്കാൻ വരുന്ന ആ മഹാനായ മനുഷ്യനെ വിളിച്ചു. ഏരൂർ ശംസുദ്ദീൻ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ. അള്ളാഹുവേ, ഇജ്ജത്തോടെ ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിളിച്ചു പറഞ്ഞു, ബാബ മുസ്ലിയാരെ, നിങ്ങൾ ആ മത്താഫിലേക്കൊന്ന് ചെന്നിട്ട് ഇന്ന രീതിയിലൊക്കെ ഒന്ന് നടത്തിയിട്ട് ആ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ ചെന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇന്ന നിലക്കൊന്ന് ഞങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞു. എൻ്റെ ഉണ്ടായ അനുഭവമാണ്. ഞാൻ മഹാനവറുകൾ പറഞ്ഞതുപോലെ തന്നെ കൈ ഉയർത്തി മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ അടിക്കുകയാണ്. ഏതോ മനുഷ്യൻ ദുആ അത് ആ ഒരുവിധം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൂർത്തീകരിച്ചിട്ട് ഫോൺ എടുത്തു. അപ്പോൾ പറഞ്ഞു, ഇന്ന നാട്ടുകാരനായ ഒരാൾ ഇന്ന ഭാഗത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചാണ് അവസാനം അന്വേഷണമൊക്കെ ഓർമ്മയൊക്കെ വിട്ടുപോവാണ്. നിങ്ങളുടെ പേരെന്നിടയ്ക്ക് പറഞ്ഞു, ഞാനിങ്ങനെ പിടിച്ചു. വേഗം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി പിടിച്ചു. അങ്കമാലി പള്ളി ചുറ്റും ക്രിസ്ത്യൻ സമൂഹം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയിലൊരല്പം സ്ഥലമുണ്ട്. പള്ളിക്ക് കിട്ടിയാൽ വലിയ അനുഗ്രഹമാണ്. മഹാനവറുകൾ കറാമത്ത ഇന്നവിടെ സുജൂദ് നടക്കുകയാണ്. അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യനാണ്. നാളെ ഇൻഷാ അല്ലാഹ് ഒരു വലിയ മനുഷ്യൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ഇവിടെ ദ്വാരക്കാൻ. ഇതൊക്കെ ഇതിനകത്തുള്ള കാര്യം. ഇവിടെ എല്ലാം നടക്കുന്നത് ഈ ആദരവാണ്, ഈ ബഹുമാനമാണ്. അപ്പോൾ പോട്ടെ, എന്താ പറഞ്ഞു വന്നത്? മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ മാറ്റത്തിനെ അംഗീകരിച്ച് ഉൾക്കൊണ്ട് വേണ്ടതുപോലെ തയ്യാറായില്ലെങ്കിൽ ഇവരോട് പറയാൻ ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ. സമുദായം ഈ നിലയ്ക്ക്, ഞാൻ ഇപ്പോൾ പറഞ്ഞതിലൊന്നും വ്യത്യാസമൊന്നും നിങ്ങൾക്ക് തോന്നണില്ലല്ലോ. എല്ലാം കെട്ടഴിഞ്ഞില്ലേ? മൊത്തം കെട്ടഴിഞ്ഞില്ലേ? എല്ലാം കെട്ടഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ നന്മ ഉപദേശിക്കാനും തിന്മ തടയാനും തയ്യാറായില്ലെങ്കിൽ ഔലയൂഷിക്കന്നല്ലാഹു അലൈക്കും ലയുസല്ലത്തന്നല്ലാഹു അലൈക്കും സുൽത്താനൻ ളാലിമൻ യസൂമൂനക്കും സൂഅൽ അദാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏറ്റവും വലിയ ധിക്കാരിയും ഏകാധിപതിയും അഹങ്കാരിയുമായ മനുഷ്യനെ നിങ്ങളുടെ മേൽ അല്ലാഹു അധികാരിയാക്കി കൊണ്ടുവരും. ആ അധികാരി യസൂമൂനക്കും സൂഅൽ അദാബ്,
ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വിധത്തിലുള്ള വേദനകളും യാതനകളും നിങ്ങളെ കൊണ്ടിട്ട് ആ മനുഷ്യനിലൂടെ അള്ളാഹു നിങ്ങളെ അനുഭവിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് വെറുപ്പും മുസ്ലിങ്ങളോട് അറപ്പും മുസ്ലിങ്ങളോട് ശത്രുതയും വച്ചു പുലർത്തുന്ന ഒരു സമൂഹമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ആ ഭരണത്തിന് മാറ്റം വരാൻ, അല്ലെങ്കിൽ ആ ഭരണാധികാരികളുടെ മനസ്സിന് മാറ്റം വരാൻ ഇവർ ചെയ്യുന്ന പരിപാടിയുടെ പവർ എത്രയുണ്ടെന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോ. ഇങ്ങനെ ഒരു നന്മ ഉപദേശിക്കാനും തിന്മ തടയാനും സമൂഹത്തിൻ്റെ നേതൃത്വം തയ്യാറില്ലെങ്കിൽ ലയുസല്ലത്തന്നല്ലാഹു അലൈക്കും ശിറാറക്കും, ധിക്കാരിയായ ഭരണാധികാരിയെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ഭരിപ്പിക്കും. അതുകൊണ്ട് ജനങ്ങളെ, പ്രതിപക്ഷം എന്ന് പറയുന്നൊരു ഇന്ത്യ എന്ന ഒരു ഐക്യം വരുന്നുണ്ടെങ്കിലും ഇതെല്ലാം ജയിക്കാനും വളരാനും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ജീവിതത്തിൻ്റെ മാറ്റം വരുത്തലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിച്ച എൻ്റെ അവൽ പോയിന്റിലേക്ക് വരികയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് സംസാരം നിർത്തും. എന്താ പറഞ്ഞു വന്നത്? ഈ അനുസ്മരണത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇതിനെ ആരെങ്കിലും നിന്ദിക്കാൻ നിന്നാൽ ഈ ഭൂമുഖത്ത് അല്ലാഹു തആല ചിലപ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്തേക്കാം എന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഞാൻ കൊണ്ടുവന്നത്. 900 കൊല്ലം ജനങ്ങളോട് ഉപദേശിച്ചിട്ട് ഒരു മാറ്റവും വന്നില്ല. അപ്പം അന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ ഇതാണ്, കപ്പലുണ്ടാക്കുക. കപ്പൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നൂഹ് നബിയെ സംബന്ധിച്ച് ജനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വരുന്ന പടപ്പിനെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പം ചിലർ പറഞ്ഞു ഉളിയും കൊട്ടോടെയായിട്ട് മലയിലേക്ക് കയറി പോകണമെന്ന്. അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് കയറിച്ചു. അവിടെ ചെന്നപ്പോൾ മൂപ്പർ നല്ല താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, നൂഹേ, നീ ആശാരിപ്പണി എന്നാ തുടങ്ങിയെന്ന് ചോദിച്ചു. നിന്നോട് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതാ, ഈ ആശാരി മൂശാരി കൊല്ലം തട്ടാൻ ഇങ്ങനെയുള്ളവരൊന്നും നീ കൂടെ കൂട്ടരുത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൽ താഴേക്കടയിലുള്ളവരാണ്, ഞങ്ങളൊക്കെയാണ് മേലേക്കടയിലുള്ളവർ. ഞങ്ങളുടെ കൂടെ കൂടലോ എന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറായില്ല. ഇപ്പം അവരുടെ കൂടെ കൂടി ഇപ്പം അതേ ആശാരിപ്പണി തുടങ്ങി. അപ്പം എന്താ പറഞ്ഞത്? ഇൻ തസ്ഹറൂ മിന്നാ വഇൻ തസ്ഹറൂ മിൻകും, നിങ്ങളെ എന്നെ കളിയാക്കരുത്. അങ്ങനെ കളിയാക്കിയാൽ നിങ്ങളെയും കളിയാക്കേണ്ട ആക്ഷേപിക്കേണ്ട ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നേക്കാം. മിൻകും കമാ തസ്ഹറൂ. അല്ല നൂഹേ, ഞങ്ങൾ നിന്നെ കളിയാക്കണമല്ല, നിനക്ക് ബുദ്ധിയില്ലാന്ന് ഞങ്ങൾ നേരത്തെ പോലെ പറയാറുള്ളതാണ്. ഇപ്പം നീ ചെയ്യണത് വെറും വിഡ്ഢിത്തരല്ലേ. കാരണം ബുദ്ധിയുള്ള ഒരു കപ്പലുണ്ടാക്കണത് എവിടെ വെച്ചാൽ വെള്ളത്തിൻ്റെ അരികിൽ വെച്ചാണ്. എന്നിട്ട് നിർമ്മാണം പൂർത്തിയാവുമ്പോൾ ഉന്തി ഇറക്കും. നീ ഈ മലയുടെ മുകളിൽ കയറ്റി കപ്പലുണ്ടാക്കി ഈ കപ്പലിന് ചെറു വെച്ചിട്ട് പറപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകും. അപ്പോഴും പറഞ്ഞു, ഇൻ തസ്ഹറൂ മിന്ന, നിങ്ങളെന്നെ കളിയാക്കിയാൽ നിങ്ങളെ കളിയാക്കേണ്ട ഒരവസ്ഥ അള്ളാഹു എനിക്ക് തരും. ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു. എന്താ? വെള്ളം അങ്ങ് പൊങ്ങാൻ തുടങ്ങി. വലിയ ചരിത്രമല്ലേ? വെള്ളം അങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഏറ്റവും ഹൈറ്റുള്ള ജൂദിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വെള്ളം എത്തി, കപ്പൽ ചാഞ്ചാടാൻ തുടങ്ങി. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കയറിക്കോ. മോൻ വരെ കയറാതെ മുന്നോട്ട് പോയി. ചരിത്രം അങ്ങനെയല്ലേ? യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എടാ മോനെ, നീ കപ്പലിലേക്ക് കയറാതോ, ആപ്പാട കപ്പലല്ലേ ഇതിലേക്ക് കയറ്. എനിക്ക് ആപ്പാട കപ്പലും ഉണ്ടാകും. ഞാൻ ദേ മലയുടെ മുകളിൽ കണ്ട മരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. അവനും മുങ്ങിച്ചത്തു. രക്ഷ വേണമെങ്കിൽ കപ്പലിലേക്ക് കയറിക്കോന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരെല്ലാം കയറി. അതാണ് ആ കപ്പലിൻ്റെ പവർ. കപ്പലിനകത്ത് ആര് കയറിയോ ഫഹുവ നജ വമൻ തഅഖറ അൻഹാ ഫഹുവ ഹലക. അങ്ങനെയാണ്. കപ്പലിനെ ആദരിച്ച് കയറിയവരൊക്കെ രക്ഷപ്പെട്ടു, കപ്പലിനെ അവഗണിച്ചവരെല്ലാം നശിച്ചു. അങ്ങനെയാണ്. പക്ഷെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ഈ ഇവിടെ ശ്രദ്ധിച്ചോളണം. ആ കപ്പലിനകത്ത് വിശ്വസിച്ചു എന്ന് പറഞ്ഞ് കയറിയവരുടെ കൂട്ടത്തിൽ വിശ്വാസികളാണെന്നുള്ള വ്യാജേന വിശ്വസിച്ചവരെ വിഷമിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ കയറിക്കൂടി. ആദരിക്കാൻ കഴിയില്ലെങ്കിലും അനാദരിക്കാൻ നിൽക്കരുത്. ചെയ്യാൻ കഴിയില്ലെങ്കിലും നിഷേധിക്കാൻ നിൽക്കരുത്. അലവിക്കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ ആദരവ് അനുസ്മരണത്തിനോട് എനിക്ക് താല്പര്യമില്ല, വേണ്ട, മാറിപ്പോകാം. അത് ശരിയല്ല. ആരാടാ ഈ പരിപാടി ചെയ്യുന്നത്? അത് ഒരു കാലത്തും ചെയ്യരുത്. ആ ശൈലി ഉപേക്ഷിക്കൽ നിങ്ങൾക്ക് നല്ലതാണ്, നാടിന് നല്ലതാണ്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നീ ഇരിക്കണവരോടല്ല ഞാനീ പറയണത്.
നിങ്ങളിതിനെ ആദരിച്ചു വന്നിരിക്കുന്നവരാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നാശം നിങ്ങളിൽ നിന്നിട്ടാണ് പൊട്ടി വരാൻ. എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജലപ്രളയം പൊട്ടി വന്നത് എവിടെന്നാ? അടുപ്പിൽ വെള്ളം കൊണ്ട് പൊങ്ങി. അടുപ്പിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കെട്ടുപോണ സ്ഥലമാണ്, പക്ഷേ അടുപ്പിൽ വെള്ളം കൊണ്ട് വന്ന്. മൂമിന നേതാവാ തക്കുവയുള്ള ആളാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ നിന്നിട്ടായിരിക്കും പൊട്ടി വരാൻ പോണത്. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. വന്നാൽ എല്ലാവർക്കും ബാധിക്കുമല്ലോ. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ കപ്പലിനകത്ത് കയറിയ ഈ മുനാഫിക്കുകൾ, നമുക്കതിനെ ആ ശൈലിയിൽ പറയാം, മുനാഫിക്കുകൾ അവരെന്താ ചെയ്തതെന്നറിയോ? ഈ മോമിനിയങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരെ വിഷമിപ്പിക്കുക, ഉദ്ധരിക്കുക. അവരതിനകത്ത് കയറിയിട്ട് ഈ കപ്പലിൻ്റെ പല ഭാഗത്തും കൂടി വെളിക്കിറങ്ങാൻ തരപ്പെടുത്ത സ്ഥലത്തല്ല പോയി വെളിക്കിറങ്ങിയത്. ഈ കപ്പലിൽ ഇങ്ങനെ അങ്ങോട്ട് വെളിക്കിറങ്ങിയപ്പോൾ കപ്പലിനകത്ത് മൊത്തം ദുർഗന്ധമായി. കാരണം മോമിനിയങ്ങളെ ഇടങ്ങേറാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നടപടി എന്താണെന്നറിയോ? ഈ കപ്പലിൽ വെളിക്കിറങ്ങിയ മുഴുവൻ ആളുകളുടെയും, ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ കണ്ടതുപോലെ, മുഴുവൻ ആളുകളുടെയും നിർഗന്ധല മുതൽ ഉള്ളൻകാല് വരെ അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങി. അള്ളാഹുവേ, താങ്ങാൻ പറ്റാത്ത ചൊറിച്ചിൽ വന്നാൽ പിന്നെ എന്താ ഇപ്പോൾ അവസ്ഥ? മനുഷ്യന് വല്ല നിയന്ത്രണമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ തേവലക്കര മാർക്കറ്റിലൊക്കെ എന്നിട്ട് തുണി ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ ആളുകളിങ്ങനെ മാന്തി പോണത്? ഈ തുണി പുറകിൽ നിന്ന് പൊങ്ങണത് ഈ ആശാന അറിയണില്ല. കാരണം എന്താ? കടിയുടെ കടുപ്പാതാണ്. ഈ കടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മാന്തണേന് ലൈസൻസ് ഉണ്ടാവില്ല. ഈ ഉള്ളങ്കാലും കടിക്കണു, മൂക്കിൻ്റെ ഉള്ളും കണ്ണിൻ്റെ ഉള്ളും ചെവിയുടെ ഉള്ളും എല്ലാം കടിയാണ്. ഇങ്ങനെ കടി താങ്ങാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മാന്തിക്കൊണ്ട് ചില അവന്മാരിങ്ങനെ ഓടാൻ തുടങ്ങി. ഓടിയപ്പോൾ ഈ മാന്തുന്ന ശ്രദ്ധയിലാണല്ലോ ഓടണത്. അപ്പം ഇവൻ തന്നെ വെളിക്കിറങ്ങിയിട്ടിരുന്ന മലത്തേൽ അറിയാതെ കയറി ചവിട്ടിയപ്പോഴത്തെ പലകയിലാണ് ഈ സാധനം കിടക്കുന്നത്. നമുക്ക് തെന്നി ആ മലത്തിലേക്ക് വീണപ്പോൾ തന്നെ ഇവൻ ചാടി എഴുന്നേറ്റിട്ട് എന്താ ചെയ്തെന്നറിയോ? ഈ കാലിൻ്റെ ഈ തൊടയിൽ പറ്റിയാറുന്ന ഈ കാലിൽ പറ്റിയിരുന്ന മലം ഈ ഉള്ളം കൈ കൊണ്ട് തൂത്തും കൊടുത്തു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, മലം കൈ കൊണ്ട് തൊടുവോ മുസ്ലിയാരെ? നിങ്ങളിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു നീർക്കോലി, അതിന് ഇവിടെ വേറെ വല്ല ഭാഷ ഉണ്ടായിരിക്കും ചിലപ്പോൾ, എന്തെങ്കിലും ആവട്ടെ, ഒരു നീർക്കോലി കാലേ ചിറ്റിന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മൂർഖൻ കാലേ ചിറ്റി. കാലയിൽ മൂർഖൻ ചിറ്റിയില്ലോ, വീട്ടിൽ ചെന്നിട്ട് കയ്യൊറ എടുത്തിട്ട് മൂർഖനെ പിടിച്ച് മാറ്റാൻ നേരം വീട്ടിലേക്ക് പോവോ? ഇല്ല. പാമ്പിനെ ജീവിതത്തിലും തൊട്ടിട്ടില്ല. അപ്പം തന്നെ കാലെ പിടിച്ച് വലിച്ചു പറിച്ച് എറിയും. ഇത് തന്നെ ഇവിടെ ഉണ്ടായത്. മലം അഴുക്കാണെന്നുള്ളതൊന്നും അപ്പം നോക്കിയില്ല, മൊത്തം അങ്ങോട്ട് തൂത്തെടുത്തപ്പോൾ ഒരു അത്ഭുതം, ഈ മലം തൂത്തെടുത്ത ഭാഗത്തുനിന്ന് കടി പോയി. അപ്പം ഇവൻ ഈ കയ്യിൽ കിട്ടിയ മലം കളഞ്ഞില്ല. ഇത് രണ്ട് കൈയിലേക്കും ഇങ്ങനെ അങ്ങോട്ട് അരച്ചിട്ട് ഈ നുറുകന്തല മുതൽ മൊത്തം അവിടെ കിടന്നത് മൊത്തം തൂത്തെടുത്തിട്ട് നുറുകന്തല മുതൽ ഉള്ളങ്കാല് വരെ മൊത്തം ഈ മല അങ്ങ് പൂശി പരിപൂർണമായിട്ടും കടി മാറി. അപ്പം കടിക്കണവർ ഇതിൽ കിടന്ന് നെട്ടോട്ട് ഓടുകയാണ്. അപ്പം ഇവൻ പറഞ്ഞ ഡാ ഓടണ്ടാ, എൻ്റെ കടി മാറി. എങ്ങനെ മാറിയിടാ? ഞാൻ ഇവിടെ കിടന്ന് മലം എടുത്ത് തേച്ചുവിടാ മേത്തേക്ക്. അപ്പം എൻ്റെ കടി പോയി എന്ന് പറഞ്ഞു. എവിടെയാണോ മലം കിടക്കണത്? അപ്പോൾ ഒരാൾ ചൂണ്ടിക്കൊടുത്ത് ദേ കിടക്കണു, കുറച്ച് കിടക്കണമെന്ന്. ഈ ഒരാൾ ഇട്ട് വെച്ചേക്കണത് ഒരാൾക്ക് തേക്കാൻ തികയോ? ഇതിങ്ങനെ തട്ടിപ്പറിച്ച് ഇവന്മാരെല്ലാവരോടും തേച്ചെങ്കിലും സാധനം എത്തിയില്ല. കടിക്കാർ വീണ്ടും ബാക്കി, തേച്ചോർക്ക് സമ്മാനായി, പക്ഷെ ആൾക്കാർ ബാക്കി. അപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരുത്തൻ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ തൂത്തോടത്തിലുണ്ടായിരുന്ന പാട് കഴുകിയെടുത്തു. കപ്പലയിൽ ആ മലം തൂത്തെടുത്തോടത്തിൽ പാടുണ്ടാവുമല്ലോ, അതിങ്ങനെ കഴുകി തൂത്തിട്ട് ഇവൻ തേച്ച് നോക്കിയപ്പോൾ അവൻ്റെ കടി പോയി. അപ്പം അവൻ പറഞ്ഞു, എടാ കഴുകി തേച്ചിട്ട് എൻ്റെ മാറിയിടാന്നു. എവിടെയാണോ അടയാളം കിടക്കണമെന്നായി. കപ്പലിലുണ്ടായിരുന്ന മലം ഒരണുത്തൂക്കം പോലും അവിടെ ശേഷിപ്പിക്കാതെ മൊത്തം അവന്മാരുടെ മേത്തേക്ക് അല്ലാഹു തആല തേപ്പിച്ചു കൊടുത്തു. സർവ്വ മോമിനിങ്ങളും നിങ്ങളെപ്പോലെ ഇരുന്ന് ഊറി ചിരിച്ചു. നാണം കെട്ടോ? അള്ളാഹു ആദരിച്ചതിനെ, ബഹുമാനിച്ചതിനെ ഈ ഭൂമുഖത്ത് ആരെങ്കിലും നിന്ദിച്ചാൽ, നിഷേധിച്ചാൽ നമ്മൾ അറിയൂല വന്നത്. വലിയ ഓമനത്വത്തോടെ മോളെ വളർത്തിയതാണ്, നാട്ടിലെ വലിയ മാന്യനാണ്. പക്ഷേ 18 വയസ്സ് തികയാൻ മോള് കാത്തിരുന്നു. തികഞ്ഞ് അന്ന് ഒരന്യമതത്തിൽപ്പെട്ട ഒരു വിരൂപിയായ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നാട് വിട്ടുപോയി. നാണം കെട്ടോ? ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മാത്രമാണോ നാണം കെട്ടത്? ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട മുഴുവൻ ആളുകളുടെ ഇടയിൽ നാണം കെട്ടില്ലേ? പടച്ചവനെ, എനിക്കെന്തായി നാണക്കേട് വന്ന്? ഞാൻ കൃത്യമായി നിസ്കരിച്ച ആളാണല്ലോ. ഒരു കാര്യവും ഇല്ല. അള്ളാഹു ആദരിച്ചതിനെ നിന്റെ ഭാഗത്ത് നിന്ദിക്കലുണ്ടായിട്ടുണ്ട്. അതാണ്
ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മോളെ വിവാഹം കഴിച്ചു, വലിയ ആർഭാട വിവാഹം. ഗർഭിണിയായി 10ാമത്തെ മാസം ലേബർ റൂമിലേക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രസവം കഴിഞ്ഞു. ലേബർ റൂമിൽ നിന്നും ഒരു നേഴ്സ് കുഞ്ഞിനെയുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ പെൺകുട്ടിയുടെ മാതാവാകുന്ന നിന്റെ ഭാര്യ വാങ്ങാൻ തയ്യാറാകുന്നില്ല, അന്തം വിട്ടു പുറകോട്ട് മാറുകയാണ്. അമ്മായിയമ്മ മേടിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം എന്താണ്? കുഞ്ഞിൻ്റെ തലയ്ക്ക് കീഴ്പോട്ട്, കഴുത്തിന് കീഴ്പോട്ട് മനുഷ്യൻ തന്നെയാണ്, കഴുത്തിന് മുകളിലേക്ക് 1-ാം നമ്പർ കുരങ്ങിൻ്റെ ശൈലിയാണ്. നാണം കെട്ടോ, നാട്ടിൽ പാട്ടായില്ലേ? അറിഞ്ഞോ നിങ്ങൾ? എന്ത് ഇന്നയാക്കട മുതലാളിയുടെ മോള് പ്രസവിച്ചു, അതിനെ അറിയണെന്താ? എല്ലാവരും പ്രസവിക്കണമല്ലേ? അല്ലാടി, കഴുത്തിന് കീഴ്പോട്ട് മനുഷ്യൻ, മുകളിലേക്ക് കുരങ്ങ്. നാണം കെട്ടോ? ദുനിയാവിൽ അള്ളാഹു തആല കൈകാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ ഷഹീദ് അലവിക്കുഞ്ഞ് ഉസ്താദ് അവരുടെ അനുസ്മരണം നടത്തുമ്പോൾ നമുക്കും വരാനുള്ള ഒരവസ്ഥയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ നേടിപ്പോയി. സംസാരം നിർത്തണേ കേൾക്കണം. ആ മനുഷ്യൻ നേടിപ്പോയി. നീയോ ആ ഒരു കടമ്പയിലേക്ക് എത്തേണ്ടവരാണോ നീയും? ആ മനുഷ്യൻ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യന് കിട്ടാൻ പോണേ എന്താണെന്നറിയോ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത. ഇതായിരിക്കണം നമ്മുടെ പാഠം. ഈ അനുസ്മരണ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട പാഠം ഇതായിരിക്കണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നാളെ നിന്റെ സർവ്വ നന്മ തിന്മകളെയും നിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുമ്പോൾ നീ ചെയ്യാത്ത നന്മകൾ നിന്റെ നന്മയുടെ തട്ടിലേക്ക് വരികയാണ്. നന്മയുടെ കൂട്ടത്തിൽ നീ ചെയ്യാത്തത്, നീ പോന്നതിൻ്റെ ശേഷം ഇവിടെ ജനങ്ങൾ ചെയ്തത്, ജനങ്ങൾക്ക് ചെയ്യാൻ എന്ത് ചെയ്തു? നീ അതിനുള്ള വഴിമരുന്നിട്ട് കൊടുത്തു, മാതൃകയാക്കി കൊടുത്തു. നീ മാതൃകയാക്കി കൊടുത്തത്, നീ പകർന്നു കൊടുത്തത് ജനങ്ങൾ ഈ ഭൂമുഖത്ത് എത്ര കാലം ചെയ്തോ ആ ചെയ്തത് നിന്റെ തട്ടിലേക്ക്, നിന്റെ നന്മയുടെ ഭാഗത്തേക്ക് ആധാറായിട്ടെത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. നക്തുബു മാ ഖദ്ദമു വആസാറഹും. ആ മനുഷ്യൻ എന്നോടിപ്പോൾ പറഞ്ഞതാണ്, ഇവിടെ കാണുന്നതെല്ലാം ബഹുമാനപ്പെട്ട മർഹൂം അലവിക്കുഞ്ഞ് ഉസ്താദിൻ്റെതാണ് ഉസ്താദ് എന്ന് ഈ സംഘാടകരോട് പറഞ്ഞെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും നന്മകൾ ഇല്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുടെ നന്മ, ഇവിടെ ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അതിൽ കൂടി ഈ സമുദായത്തിന് കിട്ടുന്ന വരുമാനം, ഈ പള്ളിയിലും മറ്റും നടക്കുന്ന നന്മകൾ, അനവധി നിരവധി ശിഷ്യഗണങ്ങൾ ഈ ഭൂമുഖത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ, അങ്ങനെ എന്തെല്ലാം ആ മനുഷ്യൻ ഇവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പാത തുറന്നിട്ട് കൊടുത്തോ, ആ നന്മയുടെ പാതയിലൂടെ ആരെല്ലാം സഞ്ചരിക്കുന്നു അതെല്ലാം ആ മനുഷ്യൻ്റെ ഹസനാത്തിൻ്റെ തട്ടിലേക്ക് എത്തുമെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്ത്. നമ്മൾ എന്താണ് ഇവിടെ ആസാറുണ്ടാക്കിയിട്ടിട്ട് പോയത്? അൽ മൗതു ബാബും വ കുല്ലുന്നാസി ദാഖിലഹു യാ ലൈത ശഅരിയ ബദൽ മൗതി ബദ്ദാറു അദ്ദാറു ദാറു നഇ മിൻ അമിൽത ബിമാ യുർദൽ ഇലാഹ വഇൻ ഖാലഫത മദ്ദാറു. അദ്ദേഹം സമ്പാദിച്ചുകൊണ്ട് പോയി, നമുക്ക് സമ്പാദിക്കാനുള്ള സമയം ഇവിടെ ഇട്ട് വന്നിരിക്കുക. എന്ത് സമ്പാദിച്ചിട്ടുണ്ട്? നാളത്തെ, അതായത് നമ്മളിന്നങ്ങ് മരിച്ചാൽ നമ്മൾ കാരണമായി ഇവിടെ എന്തെങ്കിലും ഒരു നന്മ ഇവിടുത്തെ ജനത്തിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ ചെയ്യുന്ന നന്മ കംപ്ലീറ്റ് നമുക്ക് വന്നെത്തുന്നതാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പൊതിഞ്ഞിട്ടിരിക്കുന്ന ജനാസകളാണ്. അല്ലാതെ ഇപ്പം നമ്മളെന്താണ്? ദാറുൽ മർഉ ഹീന തിഫ്ലി യഅതി തഅഖീറുസ് സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന അഹിയാഉൻ യസീറു കമാ ബൈനൽ അദാനി ഇലസ് സ്വലാത്തീൻ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി. ദാറുൽ മർഉ ഹീന തിഫ്ലി യഅതി തഅഖീറുസ് സ്വലാത്തി ഇലൽ മമാതി. ഒരു കുഞ്ഞിവിടെ അങ്ങോട്ട് ജനിക്കുമ്പോഴേ വിളിക്കുകയാണ്, അല്ലാഹ് ഹയ്യാലസ് സലാ ഹയ്യാലൽ ഫലാ വലത്തെ ജബീൽ, നിസ്കരിക്കാൻ വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. ഇടത്തെ ചെരിയിൽ ഖദ് ഖാമത്തിസ് സ്വലാ ഖദ് ഖാമത്തിസ് സ്വലാത്ത്. എന്താ ഇവിടെ വാങ്കുളിച്ചപ്പോൾ ആളുകൾ നിസ്കരിക്കാൻ വന്നു, ഇക്കാമത്തൊടുത്തപ്പോൾ എല്ലാവരും സഫായി. ഞാൻ ചോദിക്കട്ടെ, ഏത് ലേബർ റൂമിലാണോ നിസ്കരിക്കാൻ ആളുകൾ കയറി ചെല്ലണേ?
ഏത് കുഞ്ഞിന്റെ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുമ്പോഴാ ജനങ്ങൾ സഫായിട്ട് നിൽക്കണേ? ഇല്ലാ തഅഖീറു സ്വലാത്തി ഇലൽ മമാത്തി. അതെ, നിസ്കരിക്കാനുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, നിസ്കരിക്കാനുള്ള ഒരു സ്വത്ത് വന്നിട്ടുണ്ട്, നിസ്കരിക്കാനാ നമസ്കാരം ഒന്ന് പിന്തിപ്പിക്കുകയാണ്, ഇതിനൊന്ന് പൊതിഞ്ഞു കെട്ടേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. നിസ്കരിക്കാനുള്ള സാധനം എത്തിക്കഴിഞ്ഞു, നമുക്കെല്ലാവർക്കും നിസ്കരിക്കണം. പക്ഷെ എന്ത് വേണം? ഒന്ന് പൊതിഞ്ഞു കെട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ചോദിക്കട്ടെ, ആർക്കാ ഇതിനകത്ത് ബാങ്ക് കൊടുക്കാത്ത ആളുകള്? ആരായിരിക്കുന്നവരിൽ ഇക്കാമത്ത് കൊടുക്കപ്പെടാത്തത്? എല്ലാം ബാങ്കും ഇക്കാമത്തും കൊടുക്കപ്പെട്ട പടപ്പുകളാണ്, പടപ്പുകള്. നമുക്കുള്ള നമസ്കാരത്തിന്റെ താമസം നമ്മുടെ കണ്ണ് തിരുമ്മിക്കൂട്ടുമ്പോൾ കൂടിയിരിക്കലാണ്, നമ്മുടെ ശരീരത്തിൽ തുണി മൊത്തം പൊതിയുമ്പോൾ ആ പൊതിച്ചൽ തട്ടിക്കളയാതിരിക്കലാണ്, കാലിന്റെ പെരുവിരലുകൾ കൂട്ടിവെക്കുമ്പോൾ അത് കൂടി തന്നെ ഇരിക്കലാണ്, മൂക്കിലേക്കും ചെവിയിലേക്കും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലേക്കും പഞ്ഞി തിരികെ കയറ്റുമ്പോൾ അത് തട്ടിക്കളയാതിരിക്കലാണ്. ഇത് മാത്രമേ ഉള്ളൂ